കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-10. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം 10-ാം വാക്യം. ഇടവിടാതെ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവജനത്തോട് ഓർമ്മിപ്പിക്കുക താൻ എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, വളരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുക. ഈ പ്രാർത്ഥന ആത്മനിറവിലുള്ള ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മ ശക്തിയോടെ പരിശുദ്ധാത്മ നിയന്ത്രിതമായി ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? സകല ആത്മീയ ജ്ഞാനത്തിലും വിവേകത്തിലും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഹോളി സ്പിരിറ്റ് ഗിവ്സ്. അന്നേരം ആത്മനിറവിൽ എന്തോത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ഇത് പ്രാർത്ഥിക്കുന്നത്? 4:12 ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സഭയിലെ പാസ്റ്ററായിരിക്കുന്ന എഫഫ്രാസ് അദ്ദേഹവും പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുക. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന എന്ത് വിഷയത്തിന് വേണ്ടിയാ? ആത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെവിടെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക? ദൈവസഭയിൽ ആത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടാകാൻ ആത്മനിറവിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? ആത്മാവിൻ്റെ പ്രവൃത്തിയെ ദൈവസഭയെന്ന് മാറ്റിക്കളയുന്ന ചില ദുരുപദേശകന്മാർ അല്ലെങ്കിൽ സഭയിലുള്ള ചില വിശ്വാസികൾ തന്നെ രംഗത്ത് വന്നു. അതിൻ്റെ എതിരെ ഉപദേശം പറയുന്നതിന് മുമ്പ് കർശനമായ നിലപാടെടുത്ത് ചില ഉപദേശങ്ങൾ പറഞ്ഞ് അവരെ തർജ്ജമ ചെയ്യുന്നതിന് മുമ്പ് എഫഫ്രാസും പൗലോസും ഒരുമിച്ചിരുന്ന് ആത്മാവിൽ ഈ പോരാളികളുടെ എതിരെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പോരാളികൾ വ്യക്തികളല്ല, ഇവരിൽ കൂടെ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ, ജനത്തെ ആത്മപ്രവൃത്തിയിൽ നിന്ന് മാറ്റിക്കളയുന്ന അന്ധകാര വ്യാപാരങ്ങൾ. ഏത് നിലയിൽ അത് വെളിപ്പെട്ടത്? തത്വജ്ഞാനത്തിൽ, ലൗകിക തത്വജ്ഞാനത്തിൽ. പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ബുദ്ധിയുടെ ശുശ്രൂഷ. ബുദ്ധിയുടെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധിയുടെ പ്രയോഗത്തിൻ്റെ അല്ലെ ബുദ്ധിയുടെ ഉപയോഗത്തിൻ്റെ എതിരെ നിൽക്കുന്നവരല്ല ബെന്തിക്കോസ്കാർ. ബുദ്ധി, പഠിത്തം, ജ്ഞാനം ഇതിൻ്റെ എല്ലാം ആവശ്യമുണ്ട്. പക്ഷെ ഇത് ആത്മനിയന്ത്രിതമായിരിക്കണമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത് ദൈവത്തോടെടുക്കണയിൽ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഫിലോസഫി ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയ ആൾക്കാർ, ഒരു പ്രത്യേക തത്വജ്ഞാനം ഞങ്ങളുടെ അടുത്തുണ്ട്, ഞങ്ങളുടെ അടുത്ത് വന്നാൽ അത് ഈ സ്പെഷ്യൽ നോളജ് ഉണ്ട്, വേറെ ആരുടെ അടുത്തും പോകാത്ത ഒരു പുതിയ വെളിപ്പാട് ഞങ്ങൾ പകർന്നു തരാം, വന്നാൽ ദൈവത്തോട് അടുക്കാം. അതാണ് ഇവരുടെ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്താ? ഇന്നത് ചെയ്യണം, പരിച്ഛേദന ചെയ്താലേ ദൈവത്തോട് അടുക്കാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ എന്തുവാ? ചില ആത്മീയ അനുഭൂതി വികാരങ്ങൾ ഉണ്ടായാലേ, എന്തെങ്കിലും വൈബ്രേഷൻ ഉണ്ടായാലേ എന്തോ നടക്കത്തുള്ളൂ, ദൈവത്തോട് അടുക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പല രീതിയിൽ ആത്മപ്രവൃത്തിന്ന് ജനത്തെ അകറ്റുക. ആത്മ വരുമ്പോൾ വികാരം ഉണ്ടാകുമോ? ഉണ്ടാകും വികാരം. ഉച്ചത്തിൽ ഹല്ലേലൂയ പറയും, കൈ കൊട്ടും, ചാടും. പെട്ടകത്തിന്റെ മുമ്പേ ദാവീദ് നൃത്തം ചെയ്താണ് ആരാധിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആത്മപ്രവൃത്തി ഉണ്ടാകുമ്പോൾ അല്പം വികാരം ഉണ്ടാകും. പക്ഷെ വികാരം ഉണ്ടാക്കുന്നത് ഏതാണ്ട് ഞാൻ ദൈവത്തോട് അടുക്കാൻ വേണ്ടി ഒരു ഏതാണ്ട് കണ്ടുപിടിച്ച ഏതാണ്ട് ടെക്നീക്കൊന്നുമല്ല. വികാരം ഉണ്ടാകും ആത്മാവ് വരുമ്പോൾ. വികാരം ഉണ്ടാക്കിയല്ല ദൈവത്തോട് അടുക്കുന്നത്. ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ വികാരം ഉണ്ടാകും, കൈ കൊട്ടും. അല്ല, പാരക്കഷ്ണങ്ങളെ പോലെ ഇരിക്കുന്നതല്ല ആത്മസാന്നിധ്യം വെളിപ്പെടുന്നത്. ആത്മസാന്നിധ്യം വെളിപ്പെടുമ്പോൾ കൈ ഒന്ന് കൊട്ടണം, ദൈവത്തിനൊരു സ്തോത്രം പറയണം. ശരീരത്തിന് ചില ബലഹീനതകൾ മാറും. അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ നമ്മുടെ മനസ്സിലെ ചില മൂകതകൾ മാറും, ശരീരത്തിന് ചില ബലഹീനതകൾ മാറും. കരിങ്കലിന് കാറ്റടിച്ച പോലെ, ബ്രദറിൻകാരെ പോലെ ബെന്തിക്കോസ്തി പള്ളിയിൽ ഇരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആത്മപ്രകടനം വികാരതലത്തിൽ ഉണ്ടാകണം. അതിനായി ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഞാൻ വികാരം ഉണ്ടാക്കുന്നത് ആത്മീയനായി ചമയാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. അന്നേരം ആത്മപ്രവൃത്തി എന്ന് ജനത്തെ അകറ്റുക. ഒരു കൂട്ടർ ഫിലോസഫേഴ്സ് ഇറങ്ങി, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് ഉള്ളവർ ഇറങ്ങി, മറ്റേ യഹൂദ മതക്കാരിറങ്ങി പറഞ്ഞ പരിച്ഛേദന ചെയ്താലേ ദൈവത്തിൻ്റെ അടുത്ത് വരാൻ പറ്റത്തുള്ളൂ. ഇന്ന് പെന്തക്കോസ്ത് രംഗത്തിലും ആത്മപ്രവൃത്തി അകറ്റിക്കളയുന്ന അനേക കള്ള ശുശ്രൂഷകന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്.
ഇവരുടെ എതിരെ എങ്ങനെ പോരാടണം? എപ്പഫ്രാസ് നമുക്കൊരു മാതൃക. ആത്മാവിലിരുന്ന് ആത്മപ്രവർത്തിക്കെതിരെ പ്രവർത്തിക്കുന്നതോടെതിരെ ആത്മനിറവോടെ നാം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മനിറവോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനെ കാട്ടിയും വലിയവൻ. ആ പൈശാചിക മണ്ഡലങ്ങളെ തകർത്തോണ്ട് നമ്മളിൽ ആത്മാവ് പ്രവർത്തിക്കും. അന്ധകാര ശക്തികളെ ജയിച്ചോണ്ട് ശുശ്രൂഷിപ്പാനുള്ള ആത്മകരുത്ത്, ആത്മബലം ദൈവം നമ്മുടെ ഉള്ളത്തിൽ പകരും. പ്രൈസ് ദി ലോർഡ്. അന്നേരം ആത്മാവിൽ നാം പ്രാർത്ഥിക്കണം. പാസ്റ്റർമാർ മാത്രമല്ല, സഭയിലെ നേതാക്കന്മാർ മാത്രമല്ല, വീട്ടിലെ നേതാക്കന്മാർ പ്രാർത്ഥിക്കണം, പിതാക്കന്മാർ പ്രാർത്ഥിക്കണം, മാതാക്കന്മാർ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു ആത്മപ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി. മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. എൻ്റെ 18-ാം വയസ്സിൽ എന്നിൽ ഒരു ആത്മപ്രവൃത്തി നടന്ന്. കാരണം എന്താ? ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിൻ്റെ കണ്ണുനീര് എൻ്റെ അകത്തളത്തിൽ വന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വന്ന് സ്പർശിക്കുവാനിടയായി തീർന്നു. ആത്മപ്രവൃത്തി നടക്കണേൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. സടകുടഞ്ഞൊന്ന് എഴുന്നേൽക്കാമോ പെന്തിക്കോസ്തുകാരെ? സടകുടഞ്ഞ് എഴുന്നേൽക്കാമോ ആത്മനിറവ് പ്രാപിച്ച വിശ്വാസികളെ? എന്തിനു വേണ്ടി? ആത്മാവിൽ ആത്മപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. നമ്മുടെ സഭകളിൽ അനിവാര്യമായിരിക്കുക. അടിയന്തര അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്. ആത്മപ്രവർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. കൃപാവരത്തിന്റെ ജ്വലനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാവിനാൽ രൂപാന്തരപ്പെട്ട ക്രിസ്തീയ ജീവിതം കുഞ്ഞുങ്ങൾ കാഴ്ചവെക്കാൻ, മാതാപിതാക്കൾ കാഴ്ചവെക്കാൻ നാം ആത്മാവിൽ പ്രാർത്ഥിക്കണം. 20 വർഷം മുമ്പ് പ്രാപിച്ച അന്യഭാഷയാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോ പറ്റി? ആത്മപ്രവൃത്തിയെ നാം പരിമിതപ്പെടുത്തിയോ? നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടണം. പ്രവാചകന്മാർ ഈ സഭയെ എഴുന്നേൽക്കണം. സുവിശേഷകന്മാർ ഈ സഭയെ എഴുന്നേൽക്കണം. പൗലോസിനെയും ബാർനബാസിനെയും പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചെന്ന് ഉപവാസ പ്രാർത്ഥനയിൽ വെളിപ്പെട്ട ആത്മപ്രവൃത്തി നമ്മുടെ സഭകളിൽ വെളിപ്പെടട്ടെ. ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തുവാ? കർത്താവേ, ജ്ഞാനവും വിവേകവും കൊടുക്കണം. ആത്മാവിന്റെ പ്രവൃത്തിയാ നമ്മുടെ ബുദ്ധിയെ ആത്മാവ് പ്രകാശിപ്പിക്കും. എന്തിനു വേണ്ടി? നമ്മുടെ കുടുംബജീവിതം നന്നാകാൻ വേണ്ടി, നമ്മുടെ പണ ഇടപാട് നന്നാകാൻ വേണ്ടി, നമ്മുടെ സംസാരം നന്നാകാൻ വേണ്ടി, നമ്മുടെ കണ്ടക്ട് നന്നാകാൻ വേണ്ടി, മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ വേണ്ടി ആത്മപ്രവൃത്തി നമ്മുടെ ഉള്ളിൽ വെളിപ്പെടും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അധികം വിവരിക്കാൻ എനിക്ക് സമയമില്ല. ആത്മാവിനോട് പ്രാർത്ഥിക്കുവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തുവാ? ജ്ഞാനത്തിന് വേണ്ടി, ദൈവിക ഗോഡ്സ് വിസ്ഡം. 2 അവിടെ എഴുതിയിട്ടുണ്ട്. നടപ്പ് കർത്താവിന് യോഗ്യമാം വണ്ണം. വിസ്ഡത്തിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, വോക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നടപ്പ് നന്നാകാൻ വേണ്ടി. ആ നടപ്പിൽ ഫലം കായ്ക്കണം. പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമായി തീരണം. നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ അയൽവക്കക്കാർക്ക്, നമ്മുടെ ദേശനിവാസികൾക്ക് നമ്മളിൽ കായ്ക്കുന്ന ഫലം അവർ കഴിച്ചാസ്വദിക്കണം. അതുപോലത്തെ ക്രിസ്തീയ ജീവിതം കാഴ്ചവെക്കുവാൻ ദൈവമേ, നീ അങ്ങയുടെ ആത്മാവിനെ ജനത്തിന്റെ മധ്യേ പകരണമെന്ന് കാരാഗ്രഹത്തിൽ ഇരുന്ന് ഒരു ഭക്തൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ആത്മപ്രവൃത്തി ഇന്നും ഉണ്ടാകട്ടെ ദൈവസഭകളിൽ. വിസ്ഡത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, വോക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 3 10-ാം വാക്യം ഒന്ന് വായിച്ചേ. സകല സഹിഷ്ണുതയ്ക്കും. നിങ്ങൾ കണ്ടോ? ദീർഘക്ഷമയും സഹിഷ്ണുത. 1 ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, 2 നടപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, 3 പ്രാർത്ഥിക്കുക. കർത്താവേ, ബലഹീനതയിൽ സഹിഷ്ണുത പകർന്നു കൊടുക്കണമേ. കഷ്ടപ്പാടുകളിൽ, പ്രതിസന്ധികളിൽ കടന്നു പോകുമ്പോൾ, ഫിസിക്കൽ വീക്ക്നെസ്, ഇമോഷണൽ വീക്ക്നെസ്, സ്പിരിച്വൽ വീക്ക്നെസ്, ഈ ഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ സഹിഷ്ണുത പകരുന്ന പുത്രന്റെ രാജ്യത്തിൽ ആക്കിയ ഒരു ആത്മപ്രവൃത്തി ഉണ്ട്. ദ പവർ ഓഫ് ഗോഡ്. പിശാചിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിൽ ആക്കിയ ഒരാത്മപ്രവൃത്തി നമ്മളിൽ നടന്നിട്ടുണ്ട്. കർത്താവേ, ഇവർ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ ആത്മപ്രവൃത്തിയാൽ ഇവരുടെ ഉള്ളത്തിൽ ഒരു സഹിഷ്ണുത നീ ഉളവാക്കുന്നവേ. കണ്ടോ? ആത്മപ്രവർത്തിക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുക. എന്തുവാ? 1 കർത്താവേ, ദിവ്യ ജ്ഞാനം കൊടുക്കണമേ. ആത്മാവ് ഒരു ജ്ഞാനം പകരണമേ. 2 ആത്മാവ് നടപ്പിനെ
നിയന്ത്രിക്കണമേ. 3, ബലഹീനതകളെ അതിജീവിച്ച് ഒരു സഹിഷ്ണുതയും ദീർഘക്ഷമയും നീ അവരുടെ ഉള്ളത്തിൽ പകരണമേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വരുന്ന ആഴ്ചയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് ചിലത് നേടിയെടുക്കുവാൻ വേണ്ടി, ചില കൃപാവരങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി, ജീവിത വിശുദ്ധി നേടിയെടുക്കുവാൻ വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.